എന്തിനാണ് പോലീസ് സീസ് ചെയ്തിട്ട് പകുതി കണക്കി കാണിച്ച് പകുതി അടിച്ചു മാറ്റുന്നതെന്നാണ് ശ്രീജിത്ത് ചോദിക്കുന്നത്. അല്ല, ശ്രീജിത്ത് അങ്ങനെയാണെന്നൊരു തെളിവുകൾ സഹിതം പുറത്തുവിടാം. ഇന്ത്യൻ സ്ഥലത്ത് നിന്ന് ഇന്ന പോലീസ് പിടിച്ചു, ഇത്ര വിഹിതം പോലീസിന് കിട്ടി, ഇത്ര വിഹിതം രാഷ്ട്രീയക്കാർ കിട്ടുന്ന അവർ പുറത്തുവിടാം. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഒന്നുകൂടെ പറയാം. കസ്റ്റംസ് പിടിക്കാതെ പുറത്തുവിട്ട സ്വർണം അവരുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് പോലീസിൽ ആര് പിടിച്ചാലും അത് അവരെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇക്കാര്യം സർക്കാർ അംഗീകരിക്കുകയും പി വി അൻവർ എം എൽ എ ആയിരിക്കെ എഴുതി കൊടുത്ത പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കും. ആ അന്വേഷണം ഓൺഗോയിങ് ആണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് സർക്കാർ അംഗീകരിക്കും, സർക്കാർ അത് അന്വേഷിക്കും എന്ന് പറഞ്ഞു. അന്വേഷണം എന്ന് തീരുമെന്ന് നമുക്കറിയില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് റജി തർക്കിക്കുന്നത്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ എതിരെ യാത്ര ചെയ്യുമ്പോഴല്ലേ എവിടെ പോയാലും സ്വർണ്ണമോ സ്വർണ്ണമോ കള്ളനോട്ടോ ഉണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നേരെ കസ്റ്റംസിലേക്കാണ് കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് അജിംസ ഒരു കള്ളക്കടത്തിന് പോലീസിൽ കേസില്ല, ഭാരതീയ ന്യായ സംഹിതയിൽ കേസില്ല, IPC കേസില്ല. അത് കസ്റ്റംസിന്റെ ജുഡീഷ്യറിയാണ്. കസ്റ്റംസിനെതിരെ കൊടുക്കണം. കസ്റ്റംസ് ആണ് കേസെടുക്കേണ്ടത്. പിന്നീട് പോലീസ് വേണ്ടി FIR ഇടാം. ഇങ്ങനെ പിടിച്ചെടുത്തു, അതിന് കൃത്യമായ പ്രൊസീജിയർ CRPC പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. അത് കസ്റ്റംസിന്റെ ജൂറിഡിക്ഷൻ ഉള്ളിൽ നിന്നുള്ള പിടിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുന്ന ന്യായമാണ്. അത് IPC എഴുതി വെച്ചു, IPC തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കണ്ട കസ്റ്റംസിന്റെ ബൗണ്ടറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന പോലീസിനല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. ആ പോലീസ് പിന്നെ കൊണ്ട് കൊടുക്കേണ്ടത്, അത് കോടതി തന്നെ ഹാജരാക്കേണ്ടത്. നിങ്ങൾക്ക് എന്താ സംശയ കാര്യത്തിൽ? അതിനെ കേരളത്തിലെ ക്രമസമാധാന പാലനവും വകുപ്പ് എന്താണ്? പിന്നെ പോലീസ് ഒറ്റ ചോദ്യം, കള്ളക്കടത്തിന് IPC വകുപ്പ് ഏതാണ്? കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കള്ളക്കടത്ത് എവിടെ നിന്നെല്ലാം വരും? അല്ല, ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. കള്ളക്കടത്ത് ഏതെല്ലാം രീതി വരും? ഷിപ്പിൽ കള്ളക്കടത്തുണ്ട്, ബോട്ടിൽ കള്ളക്കടത്തുണ്ട്. ഇപ്പം അദാനിയുടെ പോർട്ടിലേക്ക് വന്ന 24,000 കോടിയുടെ കഞ്ചാവ് അത് പിന്നെ കസ്റ്റംസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് പിടിക്കേണ്ടത്. അത് അവിടുത്തെ കസ്റ്റംസാണ് പിടിക്കേണ്ടത്, അല്ലാണ്ട് അല്ല ഇതിനുള്ള നിയമമുള്ള. അപ്പൊ പോലീസിന് പിടിക്കാൻ അധികാരമുണ്ട്, പിടിക്കാൻ അധികാരമുണ്ട്. പിടിച്ചാൽ പക്ഷേ കേസല്ല, കേസെടുക്കാൻ കസ്റ്റംസിന് കൈമാറണം. അത്രേ പറഞ്ഞോളൂ. അതാണ് ശ്രീജിത്തും പറയുന്നത്. അതിൽ തർക്കിക്കേണ്ട. ഈ ആരോപണം സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചൊന്നും എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അല്ല അജിംസ, ഒരൊറ്റ സിമ്പിൾ ചോദ്യം. ഇപ്പൊ എന്റെ നാട് കോട്ടയം ജില്ലയിൽ ഇവിടെ എയർപോർട്ടില്ല. എവിടുന്നൊക്കെ വന്ന് സ്വർണ്ണം കോട്ടയത്തെ എവിടെയും വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കസ്റ്റംസിലേക്കാണ് കൊടുക്കണേ. അത് പോലീസ് അതിനാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത്. കസ്റ്റംസിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് കൈമാറിക്കോളും കസ്റ്റംസിന്. അതല്ലേ ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ആ മജിസ്ട്രേറ്റിന്റെ അവിടെ കൊണ്ട് കൊടുത്ത കാര്യത്തെക്കുറിച്ച് പിന്നെ അത് സ്വർണ്ണത്തിൽ കുറഞ്ഞെന്നൊക്കെ അദ്ദേഹം തന്നെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കരിപ്പൂർ എയർപോർട്ട്. ഒരു നിമിഷം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കരിപ്പൂർ എയർപോർട്ട്. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പിടിക്കുന്ന സ്വർണം തൊട്ടടുത്തുള്ള കസ്റ്റംസ് ഓഫീസിൽ കൊടുക്കാതെ കുറെ കൂടി അകലെയുള്ള മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അതിൽ നിന്ന് പകുതി അടിച്ചു മാറ്റുന്നു എന്നാണ് ആരോപണം. അതാണ് സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ചേരി നിലമ്പൂരിൽ നിന്ന് പിടിക്കുകയാണെങ്കിലോ പോലീസിന് പിടിക്കുകയാണെന്നെങ്കിലോ നിങ്ങൾ മറുപടി പറയാം. മലപ്പുറത്ത് പറയുന്ന കരിപ്പൂർ മാത്രം എങ്ങനെയാണ് ഈ പോലീസ് സ്വർണം പിടിക്കുന്നത്? നെടുമ്പാശ്ശേരിയിലെ പോലീസിന് സ്വർണം പിടിക്കണ്ടേ? തിരുവനന്തപുരത്തെ പോലീസിന് സ്വർണം പിടിക്കണ്ടേ? കരിപ്പൂർ മാത്രം എന്തുകൊണ്ടാണ് പിടിക്കുന്ന പോലീസ് കസ്റ്റംസ് പിടിക്കാതെ? അല്ല, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വന്ന് അതിന്റെ അതിർത്തി കഴിഞ്ഞ് മുമ്പോട്ട് പോയി പോലീസിന്റെ ചെക്കപ്പിൽ അല്ലെ അവർക്ക് കിട്ടുന്ന സൂചനയിൽ സ്വർണം പിടിക്കാൻ പാടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല, നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അങ്ങനെ കേസ് കണ്ടു. തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ടേ. കരിപ്പൂർ മാത്രം എങ്ങനെ ഉണ്ടാവുന്നത്? അതാണ് ശ്രീജിത്ത് പറയുന്നത്. പ്രവീൺ കുമാർ എന്ന് പറയുന്ന കസ്റ്റംസ് ഓഫീസർ വഴി സുജിത് ദാസ് വിവരം കിട്ടുന്നു, അവരെ കടത്തിവിടുന്നു, സുജിത് ദാസ് പിടിക്കുന്നു, പകുതി അടിച്ചു മാറ്റുന്നു, പകുതി കോടതിയിൽ കൊടുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നതെന്ന്. ഇതിനാണ് സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് ഒരു നെൽമണിയുടെ വലിപ്പമുള്ള സ്വർണം അവരുടെ ചെക്കിങ്ങിൽ നിന്ന് എങ്ങനെ പുറത്തു പോകുന്നത്? ഏറ്റവും നല്ല ബ്രൈറ്റ് കരിപ്പൂർ എയർപോർട്ടാ. അവിടെ എങ്ങനെ സ്വർണ്ണം ഉദ്യോഗസ്ഥൻ കൂട്ടിക്കുന്നു, അങ്ങനെ വിവരം കിട്ടുന്നു. അപ്പൊ ആ സ്വർണം പുറത്തു പോയി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കും. അതാ പോലീസിന്റെ ഡ്യൂട്ടി. അതൊക്കെ യുക്തിരഹിതമായിട്ട് വാദമല്ലേ? എന്തായാലും സർക്കാർ അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സർക്കാർ എന്ന് അന്വേഷിച്ചില്ലെന്ന് അറിയില്ല. ശ്രീ CK ഷാക്കിർ, അതുകൊണ്ട്